VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. ജൽജീവൻ മിഷൻ പദ്ധതിക്കായുള്ള പൈപ്പിടലിൽ വലഞ്ഞ ജനം. പാണ്ടിക്കാട് ഒടോമ്പറ്റ കോട്ടപ്പടി ഞാറൻതൊടിക റോഡിന്റെ വശത്ത് പൈപ്പിടുന്നതിനായി കയറിയ ചാൽ മണ്ണിട്ട് മൂടിയെങ്കിലും മഴ കനത്തോടെ കല്ല് മണ്ണും ഒലിച്ച് കാൽനടയാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്. 50ഓളം കുടുംബങ്ങളാണ് ഇതുമൂലം ദുരിതത്തിലായിരിക്കുന്നത്. കോട്ടപ്പടി ഞാറൻതൊടിക റോഡിൽ ഒരു മാസം മുൻപാണ് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിച്ചത്. റോഡിന്റെ ഒരു വശം വീതിയുള്ള ചാലുകീറി പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം മണ്ണിട്ട് മൂടുകയും ചെയ്തു. എന്നാൽ പിന്നീടുണ്ടായ മഴയെ തുടർന്ന് ചാലിലെ മണ്ണും കല്ലുമെല്ലാം റോഡിലൂടെ പരന്നൊഴുകാൻ തുടങ്ങി. 4 അടി താഴ്ചയിൽ കുഴിയും രൂപപ്പെട്ടു. ഇതോടെ വാഹനഗതാഗതവും കാൽനടയാത്രയും തീർത്തും ദുരിതപൂർണമായി. ഞാറൻതൊടിക മുക്ക് റോഡാണ്. ഇതിൻ്റെ സ്ഥിതി ഒരു മാസം മുന്നേ ഇവിടെ കോറി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ ചാല് താൽക്കാലികമായിട്ട് ഒരു പണി എടുത്തിരുന്നു. ഒരു മാസമായിട്ട് ഇതിൻ്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല. അത് മാത്രമല്ല, ഇവിടെ കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത രീതിയിലാണ് മോട്ടോർ സൈക്കിളിൽ ചരൽ ഇതായിട്ട് വീഴുക. പിന്നെ ആ താഴത്തെ വീട്ടിലെ മുറ്റത്തേക്കുള്ള വെള്ളം ഇതായിട്ട് ഒന്നായിട്ട് ചെന്ന് നിൽക്കുകയാണ്. ഇയാൾ അധികൃതരെ വിവരം അറിയിച്ചു. ഇവരോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, എന്നോട് ആരും പറഞ്ഞിട്ടില്ല, മെമ്പറോടും പറഞ്ഞു, ഇവരാരോടൊന്നും പറഞ്ഞിട്ടില്ല. ഈ ലൊക്കേഷൻ വിട്ടിരുന്ന 2-3 ദിവസം ലൊക്കേഷനൊക്കെ വിട്ടുകൊടുത്തു. ഇതുവരെ അതിനെപ്പറ്റി ഒരു മറുപടി ഉണ്ടായിട്ടില്ല. ആരും വന്നോക്ക് പോലും ചെയ്തിട്ടില്ല. ഒരാൾ നമ്മളെ വിളിച്ചിട്ടുമില്ല. മെമ്പറോട് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഒരാൾ പോലും ഇതിനെ പറ്റിയിട്ട് ഒരു വിവരം നമ്മൾ പറഞ്ഞിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഒരാഴ്ചയോളമായി തീർത്തും ദുർഘടമാണല്ലേ? 2 ആഴ്ചകളായിട്ട് ഈ ഒരു ഗതിയാണ് ഇപ്പോൾ. കാരണം ഇതിൽ വണ്ടികളും അല്ല, എന്തോ സാധനമായിട്ട് പറഞ്ഞ ഒരാൾ അവിടെ വീണ് സാധനങ്ങളൊക്കെ വണ്ടി വന്ന് മറിഞ്ഞ് ഒക്കെ ബുദ്ധിമുട്ടായി. റോഡിലെ ചിരലിൽ തെന്നി വീണ് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി. കൂടാതെ ചാല് നിറഞ്ഞൊഴുകുന്ന വെള്ളം മുഴുവൻ വീട്ടുമുറ്റങ്ങളിലേക്കാണ് എത്തുന്നത്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പൈപ്പ് സ്ഥാപിച്ചവരെ സമീപിച്ചെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മഴ കൂടുതൽ ശക്തമാകുന്നതോടെ റോഡിന്റെ അവസ്ഥയും കൂടുതൽ ദുരിതമാകും. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.